കണ്ടല്ലൂർ കലാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു. അനുമോദന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ടല്ലൂർ കലാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു. SSLC, +2 ക്ലാസുകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. OA സദാലിയാക്കത്ത് അധ്യക്ഷത വഹിച്ച അനുമോദന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറുകഥാകൃത്ത് അജിത് കണ്ടല്ലൂരിനെ യോഗത്തിൽ ആദരിച്ചു. ഇപ്പം ഞാൻ ഈ വേദിയിൽ ആദരിക്കപ്പെട്ടത് ഒരു പുസ്തകത്തിന്റെ രചയിതാവ് എന്ന നിലയിലാണ്. അതിനെന്നെ പ്രാപ്തമാക്കിയതിൽ ഒരു സിംഹഭാഗവും ഞാൻ അവകാശപ്പെടുന്ന കലയെന്ന ഒരു സംഘടനയ്ക്കാണ്. ഇവിടെ നിന്ന് വായിച്ചിട്ടാണ്, ഇവിടെ നിന്ന് അറിഞ്ഞിട്ടാണ്. അതിനകത്ത് പ്രത്യേകിച്ചും ഒരു വേദനയോടെ ഞാൻ ഇന്ന് ഓർക്കുന്ന പുഷ്പകുമാർ സാറിൻ്റെയൊക്കെ ഒരു പ്രചോദനം വളരെ വലുതായിരുന്നു. കാരണം ഞാൻ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ട്യൂട്ടോറിയൽ രംഗത്തേക്ക് പോകുമ്പോൾ എനിക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും എല്ലാം തന്ന് എന്നെ നിലനിർത്തിയത് അദ്ദേഹമാണ്. ഏത് രാത്രിയിൽ വിളിച്ച് ചോദിച്ചാലും എന്തെങ്കിലും ഒരു പ്രയോഗത്തിലെ വ്യാഖ്യാനങ്ങളോ എന്തെങ്കിലുമൊക്കെ തെറ്റോ ശരിയോ എന്നൊക്കെ പറയാൻ രാത്രിയിൽ പോലും ഞാൻ വിളിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു മണ്ണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. വായന സാധ്യമാകുന്ന ഒരു ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. ഈ ഏറെക്കാലമായി വായന നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ റാം കെയർ ഓഫ് ആനന്ദിയെ പോലുള്ള പുസ്തകങ്ങൾ, അതിന്റെ കാമ്പ് എന്താണ്, അതിന്റെ സത്ത എന്താണെന്നതിനെ പറ്റിയൊന്നും വിശകലനം ചെയ്യുന്നില്ല. അതിനെപ്പറ്റി ഭയങ്കര തർക്കങ്ങൾ ഇപ്പോൾ ആനുകാലികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോപ്പികളാണ് അതിന്റെ കേരളത്തിൽ മാത്രം വിറ്റുപോയത്. അപ്പം അത് വായിക്കുന്ന ഒരു ടീനേജ് ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഏറെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ടെക്നോളജി ഒരുപാട് പുരോഗമിച്ചു. ഇപ്പം നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് നോവലുകളുടെയൊക്കെ PDF വേർഷനുകൾ കിട്ടും. പക്ഷെ അത് കൂടുതൽ വായന സമ്പുഷ്ടമാകണമെന്നുണ്ടെങ്കിൽ പുസ്തകം തന്നെ വായിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ. നമുക്ക് ആ പുസ്തകവുമായിട്ടൊരു വൈകാരികമായ ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുസ്തകങ്ങളിലൂടെ തന്നെ അത് വായിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. വളരെ മികച്ച രീതിയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച കലയുടെ മുഴുവൻ ഭാരവാഹികൾക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവാർഡ് സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ നല്ല നന്മയുള്ള മനുഷ്യരായി വളർന്നു വരട്ടെ. അവർ ഈ നാടിൻ്റെ ഒരു പൊതുസ്വത്തായി മാറത്തക്ക രീതിയിൽ ഈ കടുത്ത അജിത് കണ്ടല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റും താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ R. ഷൈനി, K. മനോഹരൻ, P. നന്ദകുമാർ, R. അനിൽകുമാർ, K. ശിശുപാലൻ തുടങ്ങിയവർ സംസാരിച്ചു.